ഇരിക്കും തോറും വീര്യം കൂടുക എന്ന് കേട്ടിട്ടുണ്ടോ? ചില കാര്യങ്ങളുടെ കേസിൽ നമ്മളങ്ങനെ പറയാറുണ്ട്. അതായത് പഴകും തോറും വീര്യം കൂടുക, അല്ലെങ്കിൽ ഇരിക്കും തോറും വീര്യം കൂടുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു വാഹനത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ലാൻഡ് റോവർ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ പഴയ ഡിഫൻഡർ, അങ്ങനെ പറയാം. അതായത് പഴയ ഡിഫൻഡർ. കാരണം ഏറ്റവും പുതിയ ഡിഫൻഡർ ഇപ്പോൾ വാഹന വിപണിയിലുണ്ട്. നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ അത് കാണാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് പഴയ ഡിഫൻഡർ. ശരിക്കും നമ്മൾ പുതിയ ഡിഫൻഡറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാലമായിട്ട് ലാൻഡ് റോവർ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലെഗസിയെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ മികവിനെ മാറ്റിയിട്ടാണ് ഏറ്റവും പുതിയ ലാൻഡ് റോവർ വന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെടുത്തിയത് ഈ ഡിസൈനാണ് എന്നുള്ളത്. ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഡിസൈൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2016 മോഡലാണ്. വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, 2016 കൂടി, അതായത് ഈ ഒരു മോഡലോടുകൂടി ഈ ഒരു ഡിസൈൻ ലാൻഡ് റോവർ അവസാനിപ്പിച്ചു എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, ചില രാജ്യങ്ങളിൽ ലാൻഡ് റോവറിൻ്റെ സെയിൽ നിർത്തി വെച്ചിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സേഫ്റ്റി പ്രിക്കോഷൻസുകൾ അല്ലെങ്കിൽ സേഫ്റ്റി നിർബന്ധങ്ങൾ വാഹനങ്ങൾക്ക് വന്നു തുടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് എയർ ബാഗ് പോലത്തെ സാധനങ്ങളൊക്കെ വന്നപ്പോൾ തൽക്കാലം എയർ ബാഗ് ഒന്നും വെക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് സെയിൽ നിർത്താം എന്നുള്ള രൂപത്തിൽ US പോലെയുള്ള മാർക്കറ്റിൽ ലാൻഡ് റോവർ സെയിൽ, ഡിഫൻഡറിൻ്റെ സെയിൽ അവസാനിപ്പിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തയും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടോ. അതും രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. 2016 ജനുവരി 29 അന്നൊരു ഫ്രൈഡേ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 9:22 അവസാന ലാൻഡ് റോവർ വാഹന വിപണിയിലേക്ക് കടന്നു വന്നത്. അതായത് ഈ മോഡൽ കേട്ടോ, ഈ മോഡൽ. അതിനുശേഷം പുതിയ മോഡൽ വന്നു. അപ്പം ആ ഒരു അതോട് കൂടിയിട്ട് ലാൻഡ് റോവർ അവസാനിച്ചു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാൻഡ് റോവർ ഡിഫൻഡർ 90 എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ തന്നെ 110 എന്ന് പറയുന്ന മോഡലുണ്ട്. 90ഉം 110ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീൽ ബേസിൻ്റെ വ്യത്യാസമാണ് എന്ന് പറയാം. അതായത് 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 ഇഞ്ച്, അതായത് 2800 മില്ലിമീറ്ററാണ് ആ വാഹനത്തിന് വീൽ ബേസ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 90 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 93 ഇഞ്ചാണ്, അതായത് 2362 മില്ലിമീറ്റർ. ആ രണ്ട് വ്യത്യാസങ്ങളാണ് 90ഉം 110ഉം തമ്മിലുണ്ടാവുക. അപ്പോൾ 110ലേക്ക് വരുന്ന സമയത്ത് 4 ഡോറാണ്. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ അങ്ങനെ പറയാം. 90ലേക്ക് വരുന്ന സമയത്ത് 2 ഡോറാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ഡോറാണ്, പക്ഷേ 4 സീറ്ററാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറുകളൊന്ന് പരിചയപ്പെട്ടാലോ. ആദ്യം തന്നെ ഗ്രില്ല്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രില്ല് അല്ലേ, രസമായിട്ട്. അതുപോലെ ലാൻഡ് റോവർ 1948 മുതൽ 2015 വരെ എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും 2016 വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനകത്ത് 2015 എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോളിഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംഗ്ലണ്ടിലെ ഇതിൻ്റെ ഫാക്ടറി ആട്ടോ, ആ ഫാക്ടറിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അവിടെയാണ് 2016 ജനുവരിയിൽ അവസാനം. അപ്പോൾ 2016 ജനുവരി എന്ന് പറയുന്ന സമയത്ത് 2015 തന്നെ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പ്രൊഡക്ഷൻ വന്ന് ആ ബാഡ്ജിനകത്ത് സൂചിപ്പിക്കുന്ന ആ ഒരു ലൊക്കേഷനെയാണ്. അതുപോലെ തന്നെ ഹെഡ് യൂണിറ്റ്, ഈ ഹെഡ് യൂണിറ്റ് ഉണ്ട് ഒരു പ്ലേറ്റിനകത്ത് കൊടുത്ത പോലെ. അത് വെച്ചാൽ ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രേ കളറുമാണ്. ഈ വാഹനത്തിൻ്റെ കളർ ശരിക്കും ഗ്രേ ആൻഡ് ബ്ലാക്ക് മിക്സ്ഡാണ്. ഹുഡ് ബ്ലാക്കാണ്, ഇത് ഗ്രേ ആണ്. അപ്പോൾ വ്യത്യാസം ഉണ്ടോ? ശരിക്കും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ എന്താണ് ഹെഡ് ലാമ്പ് യൂണിറ്റ്, ഇതിനകത്ത് കൊടുത്തുള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അതുപോലെ തന്നെ ഇത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളും അത് ഹാലജനുമായിട്ടാണ് ക്രമീകരിച്ചത്. കാർവോൾട്ട്, താങ്ക്സ് ടു കാർവോൾട്ട്. ഈ വണ്ടി കണ്ട സമയത്താണ് ഞാൻ ആ ഷോപ്പിനകത്ത് കയറിയത്. അപ്പോൾ അവിടെ ഇക്യോസും കണ്ടു. ഇക്യോസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിഫൻഡർ എന്ന് പറയുന്ന വലിയൊരു ബാഡ്ജിങ് കാണാം. ഈ ഫോണ്ട് ഏറെക്കുറെ പുതിയ വാഹനത്തിനകത്തും അതുപോലെ തന്നെ നിലനിർത്തിയ പോലെ എനിക്ക് തോന്നിയ കണ്ട സമയത്ത്. അതുപോലെ ഇവിടെ നമുക്കൊരു ഭാഗമൊക്കെ കാണാം. അതായത് ഇപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് ഈ ഹുഡ് വരിക. 1, 2, പിന്നെ 3. അതുപോലെ ഇവിടെ നമുക്കൊരു എയർ ഇൻടേക്ക് പോലത്തെ ഒരു ഭാഗം കാണാം. അത് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ്, അടിപൊളി. ഫ്രണ്ട് വ്യൂ നല്ല രസമുണ്ട്. ശരിക്കും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ലാൻഡ് റോവറിൻ്റെ ഈ ഒരു ഡിസൈൻ മികവിനാണെന്ന് പറയാം. അത് നിസ്സംശയം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ പോലത്തെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം, വലിയ വീലുകൾ ലാൻഡ് റോവറിൻ്റെ തന്നെയാണ്. വലിയ പ്രൊഫൈലുള്ളൊരു വീലാണ് അല്ലേ, നൈസ്. അതായത് റബ്ബറിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. 16 ഇഞ്ച് വീലാണ്, പക്ഷേ ചെറിയ അലോയും അതുപോലെ തന്നെ വലിയ ടയറും അങ്ങനെയാണ് ക്രമീകരിച്ചുള്ളത്. ഫെൻഡർ ഇത് ബ്ലാക്കാണ് കൊടുത്തുള്ളത്. 90 എന്ന് പറയുന്നൊരു ബാഡ്ജ് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു 90 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡ് വ്യൂ മിറർ, ഒരു ചെറിയ ഇലക്ട്രോണിക്കലൊന്നും കൺട്രോൾ ചെയ്യാനില്ല, ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്ററിന് അവിടെ കൊടുത്തിട്ടുള്ളത്. നൈസ്. ഡോർ ഹാൻഡിൽസ് ശരിക്കും ആ ഒരു റെട്രോ ലുക്കിലെ ഹൈലൈറ്റ് ചെയ്യുന്നു. അടക്കമൊക്കെ സൗണ്ട് നൈസ്. ഇങ്ങനത്തെ വാഹനത്തിനൊന്നും അടച്ച് നോക്കിയില്ലെങ്കിൽ ഒരു ഫീലാണ്, അതായത് ഒരു വിഷമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്, നല്ല ഉറപ്പുള്ളൊരു സ്റ്റെപ്പ് പോലെ അല്ലേ, കാണുമ്പോൾ തന്നെ ഒരു റഗഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കിലത്തെ ആളുകൾക്ക് കാണാൻ ഭയങ്കരമായിട്ടുള്ളൊരു വ്യൂ ഏരിയ കാണാം. അതുപോലെ തന്നെ ഈ കാര്യം കണ്ടോ, ഇതിപ്പോൾ നമ്മൾ പുതിയ ഡിഫൻഡറിനകത്തുണ്ട് ഈ സാധനം അല്ലേ. ശരിക്കും നമ്മൾ പുതിയ ഡിഫൻഡർ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ, ആകാശ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന തരത്തിലുള്ള സംഭവം. എക്സോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈൽ ലാമ്പ്, 3 ടൈൽ ലാമ്പ് യൂണിറ്റുകൾ. ഇപ്പോൾ ശരിക്കും പുതിയ ഡിഫൻഡറിനകത്തും ഇതേപോലെ, പക്ഷേ റൗണ്ടാണ്, സ്ക്വയർ ടൈപ്പ് വേറെ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൂ. ബാക്കിയൊക്കെ ഏറെക്കുറെ സേവൻ അല്ലേ. നൈസ്.
ബാക്കിലേക്ക് കാണാനുള്ള വ്യൂ, സൈഡ് ഭാഗം, അതുപോലെ തന്നെ സ്പെയർ വീലിൽ എവിടെയാണ് ക്രമീകരിച്ചുള്ളത് അത് പുതിയ ഡിഫൻഡറിനകത്തും അങ്ങനെ തന്നെയാണ്. കെട്ടി വലിക്കാനുള്ള ഭാഗം, അതുപോലത്തെ വാഹനത്തിനകത്ത് കയറാനുള്ള സ്റ്റെപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് റോവറിൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട അതേ ബാഡ്ജ് ഇങ്ങനെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൊടുക്കുക, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് സിസ്റ്റം അല്ലേ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാം. ഇതിലൂടെ നമുക്ക് ബാക്കിലേക്ക് കയറാം. ശരിക്കും ബാക്കിലേക്ക് കയറാനുള്ള എളുപ്പ വഴി തന്നെ കേട്ടോ, ഇത് വഴി കയറിയിരിക്കുന്നത് തന്നെയാണ്. ഇവിടെ നമുക്ക് കുറച്ചൊരു ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഞാനൊന്ന് ബാക്കിലേക്ക് കയറി ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഏരിയ കൂടി ഒന്ന് പറയാം. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പോകാമല്ലോ. ഓക്കെ, തല മുട്ടുന്നുണ്ട്, എനിക്ക് തല മുട്ടുന്നുണ്ട്. ഓക്കെ, ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിലുള്ള ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റ് പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള കംഫർട്ടും കാര്യമൊന്നുമില്ല. ഇതൊരു റഫ് ആൻഡ് ടഫ് വാഹനമാണ്. അതിന് പറ്റിയ തരത്തിലുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവമുള്ളതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പുറത്തേക്ക് കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ഇതില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ നോക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ദൂരയാത്രയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കഴുത്ത് അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ഒടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സുഖമായിട്ടുണ്ടാകും. അടിപൊളി, അത് നൈസായിട്ട് മതി. പുറത്തേക്കും അതേപോലെ നമുക്ക് വ്യൂ കിട്ടും. ഇതാണ് സീറ്റ് വരുന്നത്. ഒരു ലെതർ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. നൈസ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു പിടുത്തവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് കേപ്പബിൾ പോലത്തെ ഒരു ഫീല് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി ഇതാണ് ഡ്രൈവിംഗ് സൈഡ്, അതിലേക്ക് നമുക്ക് പോവാം. അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇരിക്കുന്നതിന് കാല് വെച്ച് നീട്ടി വെച്ചിരിക്കും. ഇതിപ്പോൾ കുറച്ച് ബാക്കിലാണ് എന്നിരുന്നു കഴിഞ്ഞാലുണ്ടോ ഇരിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ശരിക്കും ലാൻഡ് റോവർ ആദ്യമായിട്ട് ഡിഫൻഡറിന് ഇറക്കുന്ന സമയത്ത് ഒരു പക്ക ഓഫ് റോഡറാണ്. ഓ മൈ ഗോഡ്, ഇറങ്ങാൻ അതിനുള്ളത് ഇങ്ങോട്ട് പോരാൻ തടിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നല്ല തടിയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശരിക്കും ലാൻഡ് റോവർ ആദ്യമായിട്ട് ലാൻഡ് റോവർ ഡിഫൻഡറിന് ഇറക്കുന്ന സമയത്ത് ഇതൊരു ഓഫ് റോഡറാണ്. ഇപ്പോഴും ഇതൊരു ഓഫ് റോഡർ തന്നെയാണ്. പക്ഷേ ഈ 2016 വന്ന സമയത്ത് കുറച്ചും കൂടി ലക്ഷറി എലമെൻറ്റുകൾ അധികം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല ഉറപ്പുള്ള സ്റ്റെപ്പാണ് ലാൻഡ് റോവർ. ആ ബാഡ്ജിങ് കാര്യങ്ങൾ, പെഡൽസ് ഒക്കെ നൈസ്. സീറ്റും ലെതർ സീറ്റാണ്. അത്യാവശ്യം നല്ല കംഫർട്ടും കുഷ്യനിങ്ങും ഒക്കെ ഉള്ളൊരു സീറ്റ് തന്നെയാണ്. നൈസ്. സ്റ്റിയറിംഗ് വീല് വളരെ സിമ്പിൾ സ്റ്റിയറിംഗ് വീലാണേ, കൂൾ. ഇതാണ് സ്റ്റിയറിംഗ് വീല്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലെതർ ഭാഗം കാണാം. ഇതിനകത്താണ് ഹോണിനെ ക്രമീകരിച്ച് എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അല്ല, ഹോണിനെ ഇവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ് കൊടുത്തിട്ടുണ്ട്, RPM മീറ്റർ, അതുപോലെ തന്നെ സ്പീഡോ മീറ്റർ. 200 ആണ് ടോപ്പ് സ്പീഡ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 6000 RPM ആണ് ഹയസ്റ്റ് RPM മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ചെറിയ ഡിജിറ്റൽ ഭാഗം കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ സാധാരണഗതിയിൽ. അതുപോലെ തന്നെ ലാൻഡ് റോവറിൻ്റെ ഒരു ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻ്റാണ് ഈ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 4 AC വെൻറ്റുകൾ ഇവിടെ കൊടുത്തു. സൈഡിൽ AC വെൻ്റ് ഇല്ല, അപ്പോൾ സൈഡിലേക്കുള്ളതും കൂടി ഇവിടെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കൺട്രോളുകൾ, ട്രാക്ഷൻ കൺട്രോളുണ്ട്, ഹസാർഡ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, പാട്ട് കേൾക്കാനുള്ള സൗകര്യം. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ് രണ്ട് സൈഡത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു പഴമയെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോളൊക്കെ നോക്കിയാൽ നൈസ്. അതുപോലെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് ചെയ്യുന്നത്. അത് തിരിയുമ്പോൾ ഉള്ളിൽ എന്തോ തിരിയുന്നൊരു സൗണ്ട് ആയിക്കോട്ടെ നമുക്ക്. ഒരു സാധനം അടയുന്ന ഒക്കെ തുറക്കുന്നൊക്കെ ഒരു സൗണ്ട് നമുക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒക്കെ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ AC കൺട്രോൾ, സിഗരറ്റ് എത്തിക്കാനുള്ള ഓപ്ഷൻ. ഇതൊരു ഡമ്മി ഭാഗമാണ്, ഇതും ഡമ്മിയാണ്. പിന്നെ ഇവിടെ ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ് കാണാം. 1948 മുതൽ 2015 വരെ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ L316 എന്ന് പറയുന്ന മോഡലാണ്. അത് 2016 കൂടി അവസാനിച്ചു L316. ഇപ്പം 2019 ഇപ്പം തിരിച്ചു വന്ന മോഡൽ എന്ന് പറഞ്ഞാൽ L663 ആണ്. അതായത് L663 എന്നാണ് അതിൻ്റെ കോഡ് ഭാഷ. അത് ഏറ്റവും പുതിയ മോഡലാണ്. അത് പഴയതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോഡറാണെന്ന് തന്നെ പറയാം. കാരണം എൻ്റലി ഡിഫറെൻ്റ്. അത് ഈ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഡിസൈൻ എലമെൻറ്റുകളൊന്നും അതിനകത്തില്ല എന്നുള്ളൊരു പാടെ. അതായത് ഈ സാധനത്തെ എടുത്ത് ഫുള്ളി സ്ക്രാപ്പ് ചെയ്തിട്ട് റീബിൽഡ് ചെയ്തെടുത്ത പോലെ തോന്നി. കാരണം എവിടെയും നമുക്കൊരു സാദൃശ്യം തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സംഭവങ്ങളുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നമ്മുടെ ട്രാൻസ്മിഷൻ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ 4x4 കൺട്രോൾ കാണാം. 2 കപ്പ് ഹോൾഡറുകൾ കാണാം. താഴെ വന്നു കഴിഞ്ഞാൽ അംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് വലിയ സ്റ്റോറേജ് സ്പേസ്, ചെറുതൊന്നുമല്ല, വലിയ സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തേക്കുന്നത്. അടിപൊളിയല്ലേ. ഇനി നോക്കാനുള്ളത് എഞ്ചിനാണ്. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലോക്ക് ലെഫ്റ്റ് സൈഡിലാട്ടോ, ഡ്രൈവറുടെ സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിലാണുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ മോനെ, ഹുഡത്തം മുട്ട വെയിറ്റ് ആട്ടോ. ഹുഡിന് ഒരു രക്ഷയില്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ലാൻഡ് റോവറിൻ്റെ ഒരു 2 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. 120 ഹോഴ്സ് പവറും 320 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. ലാൻഡ് റോവർ ഇപ്പോൾ എഞ്ചിൻ വർക്കിംഗ് ആണ്. അത്യാവശ്യം സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ടല്ലേ. പഴയ 2 ലിറ്റർ എഞ്ചിനാണ്, അതുകൊണ്ടാണ്. നൈസ്. ബെൽറ്റൊക്കെ വർക്ക് ചെയ്ത് നോക്കിയാൽ കവറൊന്നും ഇട്ടിട്ടില്ല, ഓപ്പൺ ആയിട്ടാണ് കൊടുത്തുള്ളത് സംഭവം. നൈസ് അല്ലേ, അടിപൊളി.
അപ്പോൾ ഇതാണ് ശരിക്കും ലാൻഡ് റോവർ, അങ്ങനെ പറയാം. അതായത് ഒരുപാട് ആളുകൾ ഇതല്ല പുതിയ ലാൻഡ് റോവർ എന്ന് പറഞ്ഞപ്പോൾ ഇതല്ല ലാൻഡ് റോവർ. ലാൻഡ് റോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയതാണ് എന്ന് വിശേഷിപ്പിച്ച ആ ലാൻഡ് റോവറിനെയാണ് ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഫുള്ളി ശരിക്കും ഇരുമ്പിൻ്റെ ബോഡിയൊക്കെയുള്ള ഭയങ്കര റിജിഡായിട്ടുള്ള ഭയങ്കര ക്വാളിറ്റിയുള്ള അന്നത്തെ ഡിസൈൻ മികവാണെങ്കിൽ പോലും അതിനകത്തൊക്കെ എവിടേക്കോ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരുപാട് സാധനങ്ങളുള്ള ഒരു മോഡൽ. ശരിക്കും ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് കിട്ടും എന്നുള്ളതാണ്. അത്രയും ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു വാഹനം. ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഇത് എത്രമാത്രം പ്രീഷ്യസ് ആണ്, അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ വില. കാരണം അതൊരു വിൻറ്റേജ് വാഹനം ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഒരു കാര്യം പറയാം, എക്സ്പോ 2020 ഇപ്പോൾ ഞാനുള്ളത് ദുബായിലാണ്, കാർ വോൾട്ട് ദുബായിലെ ഷോറൂമാണ്. എക്സ്പോ 2020 ദുബായിൽ നടന്ന സമയത്ത് ദുബായ് പോലീസ്, ഞാൻ മറ്റ് ഡിഫൻഡറിൻ്റെ വീഡിയോയിൽ ആ സംഭവം പറഞ്ഞിരുന്നു, ദുബായ് പോലീസ് അവരുടെ ആഭിജാത്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രൗഢിയുടെ സിമ്പിളായിട്ട് എക്സിബിഷൻ സെൻറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒന്ന് ഡിഫൻഡർ ആയിരുന്നു. ഒരു ഡിഫൻഡർ പിക്കപ്പ് സ്റ്റൈൽ വാഹനം. ഡിഫൻഡറിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ളതല്ലേ ശരിക്കും. ദുബായ് പോലീസ് പോലെ ലോകത്തിൽ ഏറ്റവും ടോപ്പ് പോലീസ് അവരുടെ ഒരു അഭിമാന സ്തംഭമായിട്ടൊരു ഡിഫൻഡറിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അറബികൾ നമ്മൾ ഡെസേർട്ടിലൊക്കെ പോയ സമയത്ത് ഡെസേർട്ടിൽ ഈ വാഹനം കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് എന്തൂസിയാസം കാണിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഡിഫൻഡർ, ഒരു സംശയവുമില്ലാതെ പറയാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രോത്സാഹനവും തന്നെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കണ്ടെത്താനും ഈ വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്യാനും ഒക്കെ നമ്മളുടെ പ്രചോദനം, നമ്മളുടെ ഇന്ധനം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ റിക്വസ്റ്റായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.